ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു തൊട്ടുള്ള വീഡിയോ ഉച്ച വരെ ഉള്ളത് കാണിക്കാമെന്ന് വെച്ച് ഞാൻ കേട്ടോ. അപ്പം അങ്ങനെയുള്ള വീഡിയോ എടുപ്പാണിത്. അപ്പം അങ്ങനെയുള്ളൊരു വീഡിയോ എടുപ്പാണ്. അല്ലാതെ അവിടെ ഒരു ഓമയ്ക്ക പഴുത്ത് നിൽപ്പുണ്ട്, പക്ഷെ അത് പറിക്കാൻ നമുക്ക് പിന്നെ ഒരു നിവൃത്തിയില്ല. എന്ന് വെച്ചാൽ കമ്പും കൊണിയൊന്നുമില്ല. അപ്പോൾ ഇതിവിടുത്തെ കിണറിൻ്റെ അവസ്ഥയാണ് കണ്ടോ. കിണർ എല്ലാം ഇത് ഞാൻ വന്നതിന് ശേഷം കുറേ പ്രാവശ്യം തൂക്കും. അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ടേ ഇങ്ങനെ കരിയിലെല്ലാം വീണോണ്ടിരിക്കുവാണ്. മഴയല്ലേ, അത് തന്നെ ഇവിടെ മരങ്ങളുടെ അഭിഷേകമാണ്. കണ്ടില്ലേ, ഇത് മൊത്തം മരമാണ്. ആവശ്യമില്ലാത്ത എന്തൊക്കെയോ മരങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കിടന്നു പോയേനെ. പക്ഷെ അതൊന്നും ഇവിടെ ആരും ചെയ്യാനില്ല. ഇവിടുത്തെ വയ്യാത്ത അപ്പച്ചനല്ലേ, അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് കിടക്കുന്നത് ഇവിടെയൊക്കെ. ഇത് എന്തുവാ, മഞ്ഞളാണെന്ന് തോന്നുന്നു കേട്ടോ. മഞ്ഞളാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആകെ എല്ലായിടും ആകെ മുടിഞ്ഞ് കിടക്കുകയാണ്. മുടിഞ്ഞെന്ന് പറഞ്ഞാൽ അയ്യോ ഒന്നും പറമ്പൊന്നും വലിയ വൃത്തിയൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് പറമ്പെല്ലാം മുഷിഞ്ഞ് കിടക്കുവാണ്. പിന്നെ മുറ്റമൊക്കെ മാത്രമേ ഉള്ളൂ കുറച്ചൊക്കെ ഒരു വൃത്തിയായിട്ട് കിടക്കുന്നത്. പറമ്പല്ലാതെയൊക്കെ ഭയങ്കരമായിട്ട് വൃത്തികേട് തന്നെയാണ്. ഇത് കാർ പോർച്ചാണ്. കാർ പോർച്ചിൽ വെള്ളമൊക്കെ നിറഞ്ഞ് മഴ ആകുമ്പം വെള്ളം നിറയും. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, മൊത്തം ചള്ളയാണ്. അങ്ങോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പെല്ലാം ചള്ളയാവും. പിന്നെ ഇതാണ് പ്ലാവ് കേട്ടോ, നിറച്ച് ചക്കയുണ്ട്. ചക്ക അടുത്തൊക്കെ ഉള്ളവരൊക്കെ പറിച്ചുകൊണ്ട് പോവും. ഇതൊരു ആര്യവേപ്പാണേ, വേപ്പ് ഇവിടെ 2 മൂടുണ്ട്. ഉണ്ടല്ലേ, വേപ്പാണ്. വേപ്പ് ചാമ്പയുണ്ട്, പക്ഷെ ചാമ്പയ്ക്ക ഇല്ല. ചാമ്പ ഉണ്ടെന്നേ ഉള്ളൂ, ചാമ്പയ്ക്ക ഇല്ല. പിന്നെ അതൊരു മൂട് വേപ്പാ നിൽക്കുന്ന കണ്ടല്ലേ, അതൊരു കുഞ്ഞു മൂട് വേപ്പാണ്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ അങ്ങോട്ടുണ്ട് പറമ്പ് അങ്ങോട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു കൂമ്പ് നിൽപ്പുണ്ട്. കണ്ടില്ലേ, ഒരു കുഞ്ഞു വാഴ, ഒരു കൊലയും ഒരു കൂമ്പുമായിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വാഴയൊക്കെ ഉണ്ട്. വാഴയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല. വാഴയും കൂഴയൊക്കെ ഉണ്ട്. ഇതൊക്കെ താഴത്തെ വീടുകളാണ്, അവിടുത്തെ വീടുകൾ. ഇതാണ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഞാൻ ഇവിടെ ലൈവിലൊക്കെ എപ്പോഴും ലൈവൊക്കെ എടുത്ത് വെക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ്. അങ്ങോട്ട് റോഡ്, അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗേറ്റ് ഇറങ്ങുന്ന ഈ അപ്പച്ചൻ്റെയൊക്കെ ബന്ധക്കാരുടെ വീടാണ് ഇത്. ഇങ്ങനെ ഇങ്ങോട്ട് ഇതെല്ലാം ആൾക്കാർ താമസമുള്ള വീടുകളാണ് കേട്ടോ. പിന്നെ ഈ വീട്ടിൽ മാത്രം താമസമില്ലേ, ഈ വീട്ടിൽ താമസമില്ല. അത് പിന്നെ അടച്ചിട്ടേക്കുന്നു, അവിടെ ആളില്ല. പിന്നെ ഇതൊക്കെ അപ്പച്ചൻ്റെ ബന്ധത്തിലുള്ള വീടുകളാണ്. കേട്ടോ, ഈ നിൽക്കുന്നത് കരിമ്പാണേ, നല്ല കരിമ്പാണ്. അപ്പോൾ അത് വെട്ടുന്ന ഒരു പാട് കൊണ്ട് ഇവിടെ ആരും എടുക്കാറൊന്നുമില്ല. എനിക്കത്
എട്ടാറായോ ഇല്ലയോ ഒന്നും എനിക്ക് അറിയത്തുമില്ല. ഈ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ കാട് തെളിയിക്കാൻ വന്നപ്പോഴത്തേന് 2 കരിമ്പ് വെട്ടിയായിരുന്നു. അപ്പോൾ കഴിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു മൂട് നല്ല പുളിയുണ്ട്. ഇതേണ്ട മീൻ പുളിയാണ് ഇത് അവിടെ നിൽക്കുന്നത്. അത് നിറച്ച് പുളിയാണ്. എനിക്ക് ഈ കാടായതുകൊണ്ട് അങ്ങോട്ട് കയറിപ്പോകാനൊന്നും വയ്യ. പിന്നെ അവിടെ ഒരു പ്ലാവുണ്ട്. അത് നിറച്ച് ചക്കയാണ്. അതൊന്നും ആരും എടുക്കാറില്ല. എല്ലാം നശിച്ച് പോവുകയാണ്. എല്ലാ ചക്കയെല്ലാം നശിച്ച് പോവുകയാണ്. അങ്ങോട്ടൊന്നും അധികം ആരും കയറി എടുക്കത്തില്ല. പിന്നെ ഫ്രണ്ടിലുള്ളത് ആൾക്കാരെടുക്കും. ഇതൊരു മൂട് മാവ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതൊരു ചക്കയാണ്. അത് അതൊക്കെ മേളിലേക്ക് നമുക്കറിയത്തില്ല അതെടുക്കാൻ എങ്ങനെ എടുക്കും. ഇവിടെ തോട്ടി അങ്ങനെ
അപ്പോൾ ഞാൻ പെരയൊക്കെ തൂത്തിട്ട് വന്ന് ദേ അടുത്ത ജോലി. അപ്പോൾ ഇവിടുത്തെ അപ്പച്ചനാണെങ്കിൽ എപ്പോഴും ചായ വേണം കേട്ടോ. ചായ, കട്ടൻ കാപ്പി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇത് മൂന്നാമത്തെ ചായയാണ്. രാവിലെ ഒരു കട്ടൻ കാപ്പി, പിന്നെ ഒരു ചായ, ഇപ്പം വീണ്ടും ചായ. അപ്പോൾ അപ്പന് ഇപ്പോൾ സമയം 11:30 11:45 ആയി. അപ്പോൾ ചായ ഇടാൻ വെച്ചിരിക്കുന്നു. അടുത്ത് ഞാൻ ചോറ് തിളപ്പിക്കാൻ വെച്ചു. ചോറ് ഇന്നലെ വെച്ച ചോറാണ്. അപ്പോൾ ചോറ് തിളപ്പിക്കാൻ വെച്ചേക്കുന്നു. ബീറ്റ്റൂട്ട് തോരൻ വെക്കാൻ ബീറ്റ്റൂട്ട് അരിഞ്ഞ് വെച്ചേക്കുകയാണേ. അപ്പോൾ കുറച്ച് വേറെ കറികളൊക്കെ ഇരിപ്പുണ്ട്. മോര് കറി, ചിക്കൻ കറി, അതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ചായ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചായ തിളച്ചു. എപ്പോഴും ഈ ചായ ഇടുന്ന ഒരു വലിയ തൊന്തര പിടിച്ചൊരു ജോലിയാണ് അല്ലേ. നമുക്ക് ചായക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമായി ഇടയ്ക്കിടയ്ക്ക് ഈ ചായ ഇടുന്നത് വലിയ മെനക്കേടാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, പഴയ മനുഷ്യരല്ലേ, അവർക്കൊക്കെ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ കുടിക്കണമെന്ന് തോന്നും. അപ്പോൾ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക, അതേ ഉള്ളൂ മാർഗം. അപ്പോൾ അങ്ങനെ അപ്പച്ചൻ്റെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ക്യാമറയിലോട്ട് നോക്കി ചായ വെളിയിലാണ് പോയത്. അതാ നമ്മുടെ ഒരു കുഴപ്പം. നന്നായിട്ട് ആർച്ച് കൊടുത്തില്ലെങ്കിൽ എടുത്ത് ദേഹത്തൂടെയൊക്കെ ഒഴിക്കും കേട്ടോ. അപ്പം ഞാൻ ആ ചായ കപ്പ് ഒന്ന് കഴുകി, അതിൻ്റെ പുറത്തൂടെ ചായ വീണല്ലോ. അപ്പോൾ ചായക്കപ്പ് ഒന്നുകൂടെ കഴുകിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഈ ചായ കൊണ്ട് അപ്പച്ചനെ കൊടുത്തേമിച്ച് വരട്ടെ. അപ്പം നമ്മുടെ ചോറ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ചോറായതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി നന്നായിട്ട് കുറച്ച് നേരം അങ്ങ് തിളപ്പിക്കും. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു മണമോ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഞാൻ ഇച്ചിരി നേരം തിളപ്പിക്കും. അപ്പോൾ നമ്മുടെ തോരനുള്ള പാത്രം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ഇട്ട് കൊടുത്തു. ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. ചോറ് വാർത്തു. ഇങ്ങനെ
നമ്മുടെ തോരനൊക്കെ റെഡിയായി. നല്ല കളറാണ്, അടിപൊളി കളറാണ് അല്ലേ? അടിപൊളി കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബീട്രൂട്ടിൻ്റെ കളർ കേട്ടോ. ഞാൻ ഇനി അടുത്ത് ഉച്ചയ്ക്കുള്ള കൂട്ടാനെല്ലാം ചൂടാക്കാൻ പോവുകയാണ്. ഇത് മെനങ്ങാന്ന് വെച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിൽ കുറച്ചെടുത്തിട്ട് ചൂടാക്കാൻ പോവുകയാണേ. അപ്പം നമ്മൾ കുറച്ചെടുത്തു ചൂടാക്കാൻ വെച്ചു. അപ്പം അതേ കുറച്ചെടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് മോരുകറിയാണ്, മെനങ്ങാന്ന് വെച്ച മോരുകറിയാണ്. ഇത് മോരുകറി ഞാൻ അങ്ങനെ ചൂടാക്കത്തില്ല. ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പുളിച്ച് പോകുമേ. അപ്പം ചൂട് ചോറാണെങ്കിൽ അതിലോട്ട് കുറച്ച് ഒഴിച്ചാൽ മതി, അന്നേരം അങ്ങ് തണുത്തോളും. അപ്പം മോരുകറി ഞാൻ ചൂടാക്കുന്നില്ലേ. അപ്പം നമ്മുടെ ചിക്കൻ കറി ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പാത്രങ്ങളെല്ലാം ഇങ്ങനെ പോയ പാത്രങ്ങളാണ് കേട്ടോ. ഇവിടെ പാത്രങ്ങൾ വളരെ മോശപ്പെട്ട പാത്രമാണ് ഇവിടുത്തെ പാത്രങ്ങൾ. അത് പലരും അല്ലേ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊക്കെ ഇത് അപ്പം ചുടുന്ന പാത്രമാണ് കേട്ടോ ശരിക്കിത്. ഇവിടെ വേറെ പാത്രങ്ങളൊന്നും ഇല്ലാത്തത് ഞാനെടുത്ത് ഇതിലിട്ട് ചൂടാക്കുന്നതേ ഉള്ളൂ. ഇതിൽ അപ്പം ചൂടാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇവിടെ എല്ലാം പോയതാണ്. അതുപോലെ ഇങ്ങനത്തെ പാത്രങ്ങളിൽ നമ്മൾ ഈ തവി ഉപയോഗിക്കാനും പാടില്ലല്ലോ. പക്ഷേ ഇവിടെ വേറെ ഒരു തവി ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാനിത് ഇടുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ കാണുന്നവർ വിചാരിക്കും ഇതൊക്കെ ഇട്ട് ഉരച്ചിട്ടായിരിക്കും പോയെന്ന്. ഞാൻ ആകെ 10-12 ദിവസമായിട്ടേ ഉള്ളൂ ഇവിടെ വന്നിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും എങ്ങും പോയാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അഥവാ ഇങ്ങനത്തെ തവി നമ്മൾ അത്യാവശ്യത്തിനാണ് ഇട്ടാലും നമ്മൾ ആ പാത്രത്തിലൊന്നും അധികമായിട്ട് ഉരയ്ക്കാതെ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതും ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊന്ന് ചൂടാവട്ടെ. അപ്പം നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് ചൂടായി. ഞാൻ തീ ഓഫ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ കറിയൊക്കെ എന്താണെന്ന് കാണിക്കാം. ചിക്കൻ കറി, അടുത്ത് നമ്മുടെ തോരൻ, ബീട്രൂട്ട് തോരൻ, പപ്പടം അപ്പച്ചന് മാത്രം 2 ഞാൻ കാച്ചിട്ടുള്ളൂ, 2 കാച്ചാറുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ മോരുകറി, പിന്നെ ചോറ് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് അപ്പച്ചന് മാത്രമുള്ള ചോറ് മതിയല്ലോ. ഇത് തന്നെ ചോറ് കൂടുതലാണ് നമ്മളെ അപ്പച്ചനും എനിക്ക് ഇട്ടത് കൂടുതലാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൂട്ടാനുകളും കറികളും ഇതൊക്കെയാണ് കേട്ടോ. വെറും സിമ്പിൾ കറികളും കൂട്ടാനുകളും ഒക്കെയാണ്. ഇവിടെ വലിയ ആഡംബരമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കൂട്ടാനും കറീസുകളും ഒക്കെ. അപ്പം ഇനിയത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കുളിക്കാൻ പോവാണ്. കുളിച്ചിട്ട് വന്നാണ് ഞാൻ അപ്പച്ചന് ചോറ് കൊടുക്കാൻ പോകുന്നത്. കുളിച്ചിട്ട് വന്നിട്ട് അപ്പച്ചന് ചോറ് കൊടുക്കും. അപ്പോൾ കുളിച്ചിട്ട് വരട്ടെ. അപ്പം ഞാൻ അപ്പച്ചന് ചോറെടുക്കുവാണേ. അപ്പച്ചന് ചോറെടുക്കുക. അപ്പം ഇന്നത്തെ എൻ്റെ തീരെ രാവിലെയല്ല, തീരെ രാവിലെയല്ല, കാപ്പി കൂടി കഴിഞ്ഞിട്ടുള്ള ഇങ്ങോട്ടുള്ള സമയത്തുള്ള വീഡിയോസാണ്. ഉച്ച വരെ ഊണൊരുക്കുന്ന വീഡിയോസാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഫസ്റ്റായിട്ടൊക്കെ കാണുന്നവരൊക്കെ എൻ്റെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ വലിയ വീഡിയോസൊന്നും എടുക്കാൻ നമുക്ക് ഒരു നിവൃത്തിയില്ല. അപ്പം നമ്മളാൽ കഴിയുന്നത് പോലെ നമ്മൾ എടുക്കുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബ്, നിങ്ങളുടെ ഓരോരുത്തരെയും ലൈക്കും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓരോരുത്തരുടെ സഹകരണമാണ് നമ്മളെ മുന്നോട്ട് വീണ്ടും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
എല്ലാവർക്കും എല്ലാവർക്കും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷെയർ ചെയ്യാനൊന്നും ഞാനങ്ങനെ പറയുന്നതല്ല, പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് നമ്മുടെ വീഡിയോസ് പോകണ്ടായോ, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പം വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഉച്ചവരവുള്ള എൻ്റെ ജോലികളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളെ കാണിച്ച്. ഇത് എനിക്കുള്ള ഭക്ഷണമല്ല, ഇത് നമ്മുടെ അപ്പച്ചനുള്ളതാണ്. അപ്പം ഞാൻ അപ്പച്ചന് ചോറ് കൊണ്ട് കൊടുക്കുന്നത് വരെ ഞാൻ കാണിക്കുന്നുള്ളേ. ഓക്കെ, ടാറ്റ. അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.